ബി.ജെ.പി. നേതാവ് പ്രകാശ് ജാവ്ദേക്കറുമായി രാഷ്ട്രീയം ചർച്ച ചെയ്തില്ലെന്ന ഇ.പിയുടെ വാദം തള്ളി ടി.ജി. നന്ദകുമാർ. ലാവ്ലിൻ കേസിന്റെ പേരിൽ മുഖ്യമന്ത്രിയെ ബുദ്ധിമുട്ടിക്കുകയാണ് ഇ.പി. ജാവ്ദേക്കറോട് പറഞ്ഞതായി നന്ദകുമാർ പറഞ്ഞു. എന്നാൽ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലെന്ന ഇ.പിയുടെ വാദം തെറ്റാണെന്ന് ശോഭാ സുരേന്ദ്രൻ ആവർത്തിച്ചു. പ്രകാശ് ജാവ്ദേക്കറുമായി നടത്തിയ കൂടിക്കാഴ്ച സംബന്ധിച്ച് ജയരാജൻ പറഞ്ഞ കാര്യങ്ങളെ തള്ളുന്നതായിരുന്നു ടി.ജി. നന്ദകുമാറിന്റെ വെളിപ്പെടുത്തൽ. ആക്കുളത്തെ ഫ്ളാറ്റിൽ വെച്ച് ഇ.പിയും പ്രകാശ് ജാവ്ദേക്കറും 10 മിനിറ്റോളം സംസാരിച്ചു. എന്നാൽ രാമനിലയത്തിൽ വെച്ച് ഇ.പി. ജയരാജൻ ജാവ്ദേക്കറെ കണ്ടിട്ടില്ല. എസ്.എൻ.സി. ലാവ്ലിൻ കേസിൽ മുഖ്യമന്ത്രിയെ ടാർഗറ്റ് ചെയ്യുന്നുവെന്ന് ഇ.പി പറഞ്ഞപ്പോൾ തൃശൂർ സീറ്റിൽ ധാരണയിലെത്തിയാൽ കേസ് ഒഴിവാക്കാമെന്ന് ജാവ്ദേക്കർ ഉറപ്പു നൽകിയെന്ന് ടി.ജി. നന്ദകുമാർ റിപ്പോർട്ടറിനോട് പറഞ്ഞു. പ്രകാശ് ജാവ്ദേക്കർ പറഞ്ഞ കാര്യത്തിൽ എന്തിനാ ഇ.പി തീരുമാനിക്കണം? പ്രകാശ് ജാവ്ദേക്കർ എന്താ പറഞ്ഞത്? ഇ.പി ബി.ജെ.പിയിലേക്ക് കൊണ്ടുപോകുന്നല്ലോ പറഞ്ഞത്. ഞങ്ങൾക്ക് തൃശ്ശൂർ ജയിക്കണം. ഇ.പി പറഞ്ഞ് നിങ്ങൾ ഞങ്ങളെ ടോർച്ചർ ചെയ്യാണ്. ഞങ്ങളുടെ മുഖ്യമന്ത്രിക്കെതിരെയുള്ള എസ്.എൻ.സി. ലാവ്ലിൻ നിരന്തരം ഞങ്ങൾ ബുദ്ധിമുട്ടിക്കുന്നു. ശോഭാ സുരേന്ദ്രൻ ഇ.പിക്കെതിരെ പറഞ്ഞത് അത്രയും നുണയാണെന്നും കെ സുധാകരനുമായി ചേർന്ന് ഗൂഢാലോചന നടത്തുകയാണെന്നും നന്ദകുമാർ കുറ്റപ്പെടുത്തി. ഒരിക്കൽ പോലും ശോഭാ സുരേന്ദ്രനെ നേരിൽ കണ്ടിട്ടില്ല എന്ന നിലപാടിലാണ് ഇ.പി. ജയരാജൻ. ശോഭാ സുരേന്ദ്രനാരാ? ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഇന്ന് വരെ അറിഞ്ഞിട്ടില്ലാത്ത, ഞാൻ കണ്ടിട്ടില്ലാത്ത, സംസാരിച്ചിട്ടില്ലാത്ത ഒരു സ്ത്രീ വിളിച്ചു പറയുന്നു. എന്നാൽ ഇ.പി. ജയരാജനുമായി 3 തവണ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടെന്ന് ആവർത്തിച്ച് ശോഭാ സുരേന്ദ്രൻ രംഗത്തെത്തി. 3 തവണ ശ്രീമാൻ ഇ.പി. ജയരാജനുമായിട്ട് ഞാൻ കൂടിക്കാഴ്ച നടത്തി. എനിക്ക് പറഞ്ഞതിനേക്കാൾ കൂടുതലായിട്ട് ഒന്നും പറയാനില്ല. ഇതിനിടെ ശോഭാ സുരേന്ദ്രൻ നൽകിയ പരാതിയിൽ ടി.ജി. നന്ദകുമാറിനെതിരെ പുന്നപ്ര പോലീസ് കേസെടുത്തു. സ്ത്രീത്വത്തെ അപമാനിക്കുന്ന പരാമർശത്തിലാണ് കേസെടുത്തത്. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ.